ബിഗ് ബോസ് നമ്മൾ സീസൺ 8ന്റെ അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. അപ്പോൾ 11ാമത്തെ ആഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡാണ് ഇന്ന് നാളെയായിട്ട്. അപ്പം ഈ ഒരാഴ്ച ആരൊക്കെയാണ് പുറത്തേക്ക് പോകുന്നതെന്ന് അറിയാൻ പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുകയാണ്. 11 പേര്, അതായത് നമ്മുടെ ക്യാപ്റ്റനായിരുന്ന വിശാലും ജെഫ്രിയും, നോമിനേഷൻ ഫ്രീ പാസ് കിട്ടിയിരുന്ന ജെഫ്രിയും ഒഴിച്ച് ബാക്കി 13 പേരിൽ 11 പേരും നോമിനേഷനിൽ ഉണ്ടായിരുന്ന ഒരു വീക്കാണ്. അതിൽ ആർക്കൊക്കെയാണ് സാധ്യതകളെന്നും ആരൊക്കെയാണ് ലീഡിംഗ് എന്നും കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, പുറത്തേക്ക് പോകാൻ ആരൊക്കെയാണ് സാധ്യതകളെന്നൊക്കെ. അപ്പം നമുക്ക് നിലവിൽ നമുക്ക് ഒരു 90% വിശ്വസിക്കാൻ കൊള്ളുന്ന സോഴ്സിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ 11ാമത്തെ ആഴ്ചയിൽ ആദ്യ എവിക്ഷൻ ആയിട്ട് രഞ്ജിത്താണ് പുറത്തേക്ക് പോയിരിക്കുന്നത് എന്നാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ അൺഒഫീഷ്യൽ പോളുകളിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, രഞ്ജിത്തിനാണ് ഏറ്റവും കുറവ് വോട്ടുകൾ, ഒരു സാധ്യതയുമില്ല കയറി പോകാൻ വേണ്ടി. ബിഗ് ബോസിന്റെ താല്പര്യാർത്ഥത്തിൽ കയറ്റിവിടാം എന്നല്ലാതെ ഒരു സാധ്യതയുമില്ല രഞ്ജിത്ത് ഈ ഒരാഴ്ച സേവ് ആകാൻ എന്നത് ഞാൻ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതും. നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ട് 90% വിശ്വസിച്ചാൽ മതി, 100% വിശ്വസിക്കേണ്ട. സാറ്റർഡേ എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു, സൺഡേ എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ട് ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് അറിയാൻ സാധിച്ചത് ഇന്നത്തെ എപ്പിസോഡിലാണോ നാളത്തെ എപ്പിസോഡിലാണോ കാണിക്കുന്നത് എന്നതിനെ കുറിച്ച് അറിയത്തില്ല. ഇന്നത്തെ എപ്പിസോഡിൽ മൊത്തത്തിൽ കഴിഞ്ഞ ആഴ്ച നടന്ന ആ ഒരു ടാസ്കുകളുമായി ബന്ധപ്പെട്ട കുറച്ച് റോസ്റ്റിംഗും പരിപാടിയൊക്കെ തന്നെയാണ്. ഇപ്പൊ നിലവിൽ മൊത്തം വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറയുന്ന റോസ്റ്റിംഗ് ആണല്ലോ, അതിലപ്പുറം ഒന്നും നടക്കുന്നില്ല. അപ്പൊ എന്തെങ്കിലും ആവട്ടെ. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യവും പരിപാടികളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് നമ്മുടെ വിജയ് സേതുപതി ഒന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ആരെയും സേവ് ചെയ്യുന്നില്ല എന്നുമാണ് അറിയുന്നത്. അപ്പം ഇന്ന് ഇന്നത്തെ എവിക്ഷനിൽ പുറത്തേക്ക് ഒരാൾ പോകുന്നത് കാണിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചൊരു വ്യക്തതയില്ല. എന്നാണെങ്കിലും അറിയാൻ സാധിച്ചത് രഞ്ജിത്താണ് പുറത്തു പോയിരിക്കുന്നത്. രണ്ടാമതൊരു എവിക്ഷൻ ഉണ്ടോ എന്നതിനെ കുറിച്ച് നിലവിൽ ഒരു ഐഡിയയും ഇല്ല. അവിടെ ഡിസ്കഷൻ നടക്കുന്നുവെന്ന് മോർണിംഗ് മുതൽ അതിനെപ്പറ്റി ഒരു ഇൻഫോർമേഷൻ ഉണ്ടായിരുന്നു. അതിൽ റയാന, മഞ്ചരി എന്നിവരാണ് ഇതിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് റാണ വോട്ടിങ്ങിലൊക്കെ ലീഡിങ്ങിൽ വന്നിട്ടുണ്ട്. കുറച്ച് സിമ്പതി പരിക്കൊക്കെ പറ്റി സിമ്പതി വോട്ടിങ്ങിലും PR വർക്കിലും ഒക്കെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ വോട്ടിങ്ങിൽ വരുന്നുണ്ട്. എന്നാൽ ഫിസിക്കൽ കണ്ടീഷൻ വളരെ മോശമായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ബിഗ് ബോസ് റാണവിനെ പുറത്തേക്ക് അയക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് പോവുക എന്നത്. അപ്പം റാണവാണ് പോകുന്നത് എങ്കിൽ ചിലപ്പം ആസ് പെർ ദ വോട്ടിങ്ങിൽ ഒരു കണ്ടസ്റ്റന്റിനെ ചിലപ്പോൾ ഒഴിവാക്കിയേക്കാം. അപ്പൊ 2 എവിക്ഷൻ നടക്കുമല്ലോ. ഇനി റാണവിനെ അവിടെ നിർത്താനാണെങ്കിൽ റയാൻ ഓർ മഞ്ചരി ആണ് സാധ്യതകൾ പറയുന്നത്. വോട്ട് കുറവുള്ള 2 കണ്ടസ്റ്റന്റ് റയാനും മഞ്ചരിയും തന്നെയാണ്. റയാനാണ് കൂടുതൽ സാധ്യതകൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ മഞ്ചരിയെ തള്ളിക്കളയാൻ സാധിക്കത്തില്ല. ചിലപ്പോൾ ബിഗ് ബോസിന്റെ താല്പര്യാർത്ഥത്തിൽ മഞ്ചരിയെ കീപ്പ് ചെയ്തിരിക്കാം അവിടെ. എന്നാൽ റയാനായിരിക്കും പുറത്തേക്ക് പോകുന്ന ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ. ബട്ട് അടുത്ത ആഴ്ച ഫാമിലി വീക്ക് ഒക്കെ വരാൻ പോകുന്നത് കൊണ്ട് ചിലപ്പോൾ ഹോൾഡ് ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട്. രഞ്ജിത്തിനെ മാത്രം ഈ ഒരാഴ്ച പുറത്താക്കി ഒരു സിംഗിൾ എവിക്ഷനിൽ ഈ ഒരാഴ്ച നടത്താനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് നോക്കാം. ഡബിൾ എവിക്ഷനുള്ള ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. നിലവിൽ ലഭിച്ചിരിക്കുന്നത് രഞ്ജിത്താണ് പുറത്തേക്ക് പോയിരിക്കുന്നത് എന്നാണ്. ഡബിൾ എവിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.